ഹായ് ഡിയേഴ്സ്, നമ്മൾ ഓർക്കിഡ് പ്രേമികൾക്കിടയിൽ തന്നെ ചിലർക്ക് ചില പ്രത്യേക കാറ്റഗറിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം തോന്നുക. ചിലർക്ക് ഫെലനോപ്സിസ് ഓർക്കിഡ്സിനോടായിരിക്കാം, ചിലർക്ക് ഡെൻഡ്രോബിയോ ആയിരിക്കാം, ചിലർക്ക് വാൻഡ ആയിരിക്കാം. അത് ഓരോ ആളുകൾക്കും പേഴ്സണൽ ചോയ്സസ് മാറി മാറി വരും. ഇതിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും എനിക്ക് ഫേവറേറ്റ് ആയിട്ട് പറയാവുന്നത് എപ്പോഴും ഫെലനോപ്സിസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചെടി ഒരു തവണ നമുക്ക് കയ്യിൽ ഇണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കൂടുതൽ വളർച്ചയിൽ കൂടുതൽ ഇലകളും പൂക്കളുമായിട്ട് ഹെൽത്തി ആയിട്ട് വരുന്നതല്ലാതെ ഡെൻഡ്രോബിയം പ്ലാന്റിനെ പോലെ ഓവർ ഗ്രോത്ത് വന്നോ സൈഡിൽ കൂടെ പുതിയ സാപ്ലിങ്സ് പൊട്ടി ഇനിയില്ലാതായി പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ ചെടി മാറാറില്ല. അപ്പോൾ തുടക്കക്കാരായ ഓർക്കിഡ് പ്രേമികൾക്കായിട്ട് ചെടികളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരാൾ തന്നെയാണ് ഈ ഫെലനോപ്സിസ് ഓർക്കിഡ്. ഇതിൻ്റെ നിറത്തിലുള്ള വൈവിധ്യവും ഭംഗിയും പ്രത്യേകം പറയേണ്ടത് തന്നെയാണ്. ചിലപ്പോൾ പോലുള്ള ഇതളുകളിൽ ഒരുപാട് ദിവസം ഇങ്ങനെ പൂക്കൾ വാടാതെ നിൽക്കുന്ന ഈ പൂവുകൾ ഇതളുകളുടെ ഈ ആകൃതി കൊണ്ട് തന്നെ ആയിരിക്കാം ഇവയെ മോത്ത് ഓർക്കിഡ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. മോത്ത് എന്ന് വെച്ചാൽ നിശാശലഭങ്ങൾ എന്നാണ് അർത്ഥം. അതുപോലെ ഭംഗിയുള്ള ഇതളുകളുള്ള പൂക്കൾ. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സാധാരണയായിട്ട് ഇവർക്ക് ഫ്ലവർ സ്പൈക്ക് വന്നു തുടങ്ങുകയും പൂക്കളൊക്കെ കണ്ടുപിടുകയും ചെയ്യുന്നത്. അനുയോജ്യമായ അന്തരീക്ഷത്തിൽ ആരോഗ്യത്തോടെ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണെങ്കിൽ സാധാരണയായിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള സ്പൈക്ക് നമുക്ക് കിട്ടാറുണ്ട്. ബഡ് വന്ന് അവസാന പൂ വരെ വിരിഞ്ഞ് പൊഴിഞ്ഞു പോകുന്ന ആ ഒരു കാലഘട്ടം ഏകദേശം ഒരു 4 മുതൽ 6 മാസത്തോളം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ലാസ്റ്റത്തെ പൂ വരെ പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ഒരു 6 മാസത്തോളം സമയം പ്ലാന്റ് ഫ്ലവറോട് കൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇയർലി ഒരു 2 വട്ടം എന്നുള്ള രീതിയിലാണ് ഇതിൽ പൂക്കൾ കണ്ടുവരുന്നത്. പൊതുവെ പ്ലാന്റ് ലവേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ചെടി കണ്ണിൽ ഉടക്കിയാൽ ഇടം വല്ല നോക്കാതെ നമ്മളത് വാങ്ങും. അത് വാങ്ങാനുള്ളൊരു ടെംപ്റ്റേഷൻ നമുക്ക് ഉണ്ടാകും. എനിക്കാണെങ്കിൽ അത് ഇത്തിരി കൂടുതലുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ കണ്ട് ഭംഗി കണ്ട് ചെടി വാങ്ങാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ. അങ്ങനെ തോന്നി തുടങ്ങിയവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്പിംഗ് ടിപ്സ് നമുക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു കാര്യവും അറിയാതെ ഭംഗി കൊണ്ട് ചെടികൾ വാങ്ങിക്കൂട്ടി കുറേ അബദ്ധങ്ങൾ വന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ടിപ്സ് പറഞ്ഞു തരാൻ എൻ്റെ അനുഭവങ്ങൾ തന്നെ ധാരാളം അല്ലേ. മറ്റ് ചെടികളെ പോലെ അല്ല ഓർക്കിഡ്സ്. ഒരു നോർമൽ ഗാർഡൻ പ്ലാന്റിൽ നിന്നും ഒരു ഓർക്കിഡ് പ്ലാന്റിനെ അതിന് സ്പെഷ്യലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതെങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ വേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ക്ഷമ. ഒരിക്കലും ഒരു ഓർക്കിഡ് പ്ലാന്റ് നമ്മളൊരു നോർമൽ ഗാർഡൻ പ്ലാന്റ് ദിവസങ്ങൾക്കുള്ളിൽ വാങ്ങി വേര് തളിര് പൂവൊക്കെ വന്ന് വളർന്ന് റെഡിയായിട്ട് കാണുന്നത് പോലെ ഒരിക്കലും നമുക്ക് ഓർക്കിഡ് പ്ലാന്റിനെ കാണാൻ സാധിക്കില്ല. കൂടുതൽ തന്നെ ഈ ഫെലനോപ്സിസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കുറച്ചധികം ശ്രദ്ധിക്കേണ്ട തരത്തിലുള്ള ഒരു പ്ലാന്റാണ്. ഓർക്കിഡ്സിനെ എപ്പിഫൈറ്റ്സ് എന്ന ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതായത് അവർ വാസസ്ഥലത്തിനായിട്ട് മരങ്ങളും മറ്റും ആശ്രയിക്കും. ആഹാരം അന്തരീക്ഷത്തിൽ നിന്നിട്ട് അവരുടെ വേരുകൾ മുഖേന വലിച്ചെടുത്ത് സ്വയം പ്രോസസ്സ് ചെയ്ത് അവർ വളരും. സ്വാഭാവിക അന്തരീക്ഷത്തിൽ വളരുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റി ഞാൻ പറയട്ടെ, മരവാഴ. അത് ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. വാൻഡ ഗണത്തിൽപ്പെടുന്ന ഒരു ഓർക്കിഡ് തന്നെയാണത്. മരവാഴയുടെ പൂക്കൾ അത്ര ആകർഷണീയമല്ല, അതുകൊണ്ട് തന്നെ അതാരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന വാൻഡയിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി പൂക്കൾ നമുക്ക് കാണാറുണ്ട്. ഇനി ഫെലനോപ്സിസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ട് വളരെ കട്ടിയുള്ള ഇലകളോടുകൂടി നല്ല പരന്ന കട്ടിയുള്ള കടും പച്ച നിറത്തിലുള്ള ഇലകളോടുകൂടി വളർന്നു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർക്കിഡാണ്. ഓരോ ഇലകളും വളരെ സാവകാശത്തിലാണ് വളർന്ന് പൂർണ്ണ വളർച്ച എത്തുക. അതിനുശേഷം മാത്രമേ അടുത്ത ഇല വരാനായിട്ട് തുടങ്ങുള്ളൂ. വളരെ ഷോർട്ട് സ്റ്റെം ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. ഇതിന്റെ സ്റ്റെം പോർഷൻ നമുക്ക് കാണാറില്ല. ഇലകളാൽ പൊതിഞ്ഞ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് സ്റ്റെം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓരോ ഇലയും ആരംഭിക്കുന്ന ഭാഗത്തെ ക്രൗൺ എന്നാണ് പറയുക. ഇലകൾ നല്ല കട്ടിയുള്ളതും എതിർവശത്തേക്ക് ഒരേ രീതിയിൽ തന്നെ അടുക്കടുക്കായിട്ട് വളർന്ന് വരുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇതിനുള്ളത്. ഇലകൾക്കിടയിൽ നിന്ന് കട്ടിയുള്ള വേരുകൾ താഴേക്ക് ഇങ്ങനെ വളർന്നു വരും. ഇവ പോട്ടി മിക്സിൽ ഫിക്സ് ചെയ്ത് അവരെ വളരാൻ സഹായിക്കും. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകൾ പോഷകങ്ങളെ വലിച്ചെടുക്കാൻ സഹായിക്കും. അതിന് ഏരിയൽ റൂട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. മിക്ക ഓർക്കിഡ് വെറൈറ്റീസിൻ്റെയും റൂട്ട് പുറത്തേക്കല്ല വളരുന്നത്, മണ്ണിന് താഴത്തേക്കല്ല. അതുകൊണ്ട് തന്നെ റൂട്ടിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഈ റൂട്ട് പച്ച കളറിലും നമ്മൾ അതുകൊണ്ട് കാണപ്പെടുന്നു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് നമ്മൾ നനച്ച് കഴിയുമ്പോൾ നല്ല ഗ്രീൻ ഷെയ്ഡിലേക്ക് വരാറുണ്ട്. മെച്ചുറായി കഴിഞ്ഞ പ്ലാന്റ്സിൽ ബഡ്സ് വരാനുള്ള ഒരു ടൈം ആകുമ്പോൾ അതിൻ്റെ ഈ ബഡിനുള്ള സ്പൈക്ക് വരുന്നതും ഈ ഇലകൾക്കിടയിലുള്ള ആ ഷോർട്ട് സ്റ്റെം പോർഷനിൽ നിന്ന് തന്നെയാണ്. ഈ ബഡിനുള്ള സ്പൈക്ക് എന്നിട്ട് മുകളിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. ഇവർ എപ്പിഫൈറ്റ്സ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ ഈ ഫെലനോപ്സിസ് ഓർക്കിഡ്സ് ഒക്കെ ചരിഞ്ഞും തലകീഴായും ഒക്കെ മറ്റും തൂങ്ങിയിട്ടാണ് വളരുകയെന്ന് കേട്ടിട്ടുണ്ട്. അതങ്ങനെ വളരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രൗൺ ഏരിയ എപ്പോഴും താഴേക്കായിരിക്കും ഫേസ് ചെയ്ത് കിടക്കാം.
അതുകൊണ്ട് തന്നെ മഴയും മറ്റ് വെള്ളമൊന്നും ഇതിനൊരിക്കലും ഒരു ഭീഷണിയായിട്ട് വരാറില്ല. എന്നാൽ നമ്മൾ ഗാർഡനിൽ അവരെ വളർത്തുന്ന സമയത്ത് മിക്കപ്പോഴും മേലോട്ട് തന്നെ ആയിരിക്കും കൂടുതലും നമ്മൾ പോട്ടിൽ ഇതിനെ വെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ ക്രൗൺ ഏരിയയിൽ നമ്മൾ വെള്ളം നനക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ മറ്റ് മഴ പെയ്യുന്ന അവസരത്തിലോ ഒക്കെ വെള്ളം കെട്ടി നിന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ചെടി ചീഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഫലനോപ്സിസ് വളർത്തുമ്പോൾ നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വാട്ടറിങ്. അത് വളരെ ശ്രദ്ധിച്ച് മാത്രം നനക്കുക. ക്രൗൺ ഏരിയയിൽ അധികം വെള്ളം വീഴാത്ത രീതിയിൽ നനക്കുക. നമ്മൾ നനക്കുമ്പോൾ പൂർണ്ണമായും ചെടി നനക്കണം. അതായത് അതിൻ്റെ ഇലയും ഇലയുടെ അടിഭാഗവും വേരും എല്ലാം നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് നമ്മൾ നനക്കണം. പക്ഷേ ക്രൗൺ ഏരിയയിൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കരുത്. അതിനനുസൃതമായ രീതിയിലുള്ള ടൈമിങ് നമ്മൾ തിരഞ്ഞെടുക്കുകയും വേണം. അതായത് നല്ല രീതിയിൽ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അധികം നനച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഇതിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷന് ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ സാഫ് എപ്പോഴും നമ്മൾ കരുതുകയും വേണം. സാഫ് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതിന് വളരെ നല്ലതാണ്. ചിലർക്കൊരു തെറ്റായ ധാരണയുണ്ട്, ഫലനോപ്സിസിന് അധികം വെള്ളം വേണ്ട, അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, അതിന് നല്ല രീതിയിൽ തന്നെ വാട്ടറിങ് ആവശ്യമാണ്. എനിക്ക് ആദ്യം പറ്റിയ അബദ്ധങ്ങളിലൊന്ന് അതാണ്. ചെറിയ രീതിയിൽ മാത്രം വെള്ളം നനച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡീഹൈഡ്രേഷൻ കൊണ്ട് ഇതിൻ്റെ ഇലയൊക്കെ വാടി വീഴാൻ തുടങ്ങി. താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതിൻ്റെ വാട്ടറിങ് പ്രോപ്പറല്ല. നല്ല വെയിലുള്ളപ്പോൾ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം. മഴയുള്ളപ്പോൾ മാത്രം ശ്രദ്ധിച്ച് നനക്കുക. ഫംഗിസൈഡ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യണം. പിന്നെ ഫെർട്ടിലൈസർ അതും അതുപോലെ തന്നെയാണ്. കോൺസെൻട്രേഷൻ കൂട്ടി നമ്മൾ ചെയ്യരുത്. എപ്പോഴും കുറഞ്ഞ കോൺസെൻട്രേഷനിലായിരിക്കണം NPK ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതും ഇടവിട്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ 2 വട്ടമോ ആ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാതെ കോൺസെൻട്രേഷൻ കൂട്ടി ഇടയ്ക്ക് മാത്രം സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷമായിരിക്കും ഉണ്ടാവുക. പിന്നെ എല്ലാ ഓർക്കിഡിനും പൊതുവായി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഫ്ലവർ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിലും ബഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും വാട്ടറിങ് ആണെങ്കിലും എന്ത് ചെയ്യരുത്, നമ്മൾ ഈ ബഡ്സിൽ അധികം വീഴ്ത്തരുത്. അത് പെട്ടെന്ന് ചീത്തയായി പോവും, അല്ലെങ്കിൽ പൂക്കൾ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ വാട്ടറിങ് ആയാലും ഫെർട്ടിലൈസിങ് ആയാലും ചെയ്യാനായിട്ട്. പിന്നെ ഫെലനോപ്സിസിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞ സ്പൈക്സ് ഒരിക്കലും ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതൊരിക്കലും നമ്മൾ കട്ട് ചെയ്യരുത്. കാരണം ഹെൽത്തി ആയ ഒരു സ്പൈക്ക് അതിൽ നിന്നൊരു സെക്കൻഡറി സ്പൈക്ക് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡറി സ്പൈക്ക് വന്നതാണെങ്കിലും അതും കട്ട് ചെയ്യരുത്. ചിലപ്പോൾ അടുത്ത സീസണിൽ അതിൽ നിന്ന് തന്നെ അടുത്ത സെക്കൻഡറി സ്പൈക്ക് വരാനുള്ള ചാൻസ് നമുക്കുണ്ട്. ഈ സ്പൈക്കിൽ തന്നെ ബഡ് വരുന്നതിന് പകരം പുതിയ സീഡ്ലിങ്സ് ഉണ്ടായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫലനോപ്സിസിൻ്റെ സ്പൈക്ക് തനിയെ ഉണങ്ങിപ്പോയാലല്ലാതെ ഒരിക്കലും നമ്മൾ നേരത്തെ കൂട്ടി കട്ട് ചെയ്ത് കളയരുത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഓർക്കിഡ് വളർത്തുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ക്ഷമയാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓരോ ഓർക്കിഡ് പ്ലാന്റും ഒരു അത്ഭുതമാണ്. കാരണം ഒരു പ്ലാന്റ് നമ്മൾ നട്ടു, അതിലൊരു പൂ ഉണ്ടായി വരുന്നത് വരെയുള്ള കാലഘട്ടം അത്രയും ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്നുണ്ടായി വരുന്ന പൂവ്, ആ വണ്ടർ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പുതിയ പ്ലാന്റ്സ് വാങ്ങി നടും. അപ്പോൾ ഫെലനോപ്സിസ് ആണെങ്കിൽ കുറച്ച് റേറ്റുള്ള ഒരു കാറ്റഗറിയാണ് ഡെൻഡ്രോബിയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ സീഡ്ലിങ്ങിന് തന്നെ 200 മുതൽ 300 വരെയുള്ള റേഞ്ചിൽ റേറ്റ് ഉണ്ടാവാറുണ്ട്. ഫ്ലവറിംഗ് ആണ് മെച്യൂർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ 450 to above ആയിരിക്കും അത് സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ സ്പെഷ്യൽ വെറൈറ്റീസ് ആണെങ്കിൽ 1000-ന് മുകളിൽ പോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാന്റ്സ് വാങ്ങിക്കൂട്ടി നമ്മൾ ക്ഷമ പരീക്ഷിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ട് വരുമോ എന്നറിയാതെ കുറേ വാങ്ങിക്കൂട്ടുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമുക്കിത് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിത് നോക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരുപാട് വാങ്ങിക്കൂട്ടുക. 1-2 ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വാങ്ങി വെച്ചതുകൊണ്ട് മാത്രം നമ്മുടെ കർത്തവ്യം തീരുന്നില്ല. ഡെയിലി നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യണം. ചെടി വളരുന്നുണ്ടോ, വാടുന്നുണ്ടോ, കീടങ്ങൾ ആക്രമിക്കുന്നുണ്ടോ, ബഡ്സ് വരുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഫെർട്ടിലൈസർ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളൊരു ബോണ്ട് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ചെറിയ മാറ്റങ്ങൾ വരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം നമ്മൾ പഠിക്കുകയോ ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്കുണ്ടാവുന്ന തെറ്റുകളിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക. ചിലപ്പോൾ അതിൽ നമ്മൾ എക്സ്പെർട്ടായിട്ട് മാറിയെന്ന് വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1-2 പ്ലാന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ പഠിക്കുക, ഓവർ കെയർ ചെയ്യാതിരിക്കുക. നമുക്ക് ഓക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ കളക്ഷൻ വലുതാക്കി കൊണ്ടുവരിക. പിന്നെ ചെടികൾ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കിഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി തൂക്കിയിടാതെ അവർക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ സൂര്യപ്രകാശവും മറ്റു കാര്യങ്ങളെല്ലാം ഈ കിട്ടേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ പ്ലേസ് ചെയ്യുക. അങ്ങനെ ഗാർഡനിങ് എപ്പോഴും ജോയ്ഫുള്ളായിട്ട് കൊണ്ടുപോകുക. അത് ബേർഡനായിട്ട് നമുക്ക് അവസാനം തോന്നരുത്. ഓർക്കിഡ്സ് എപ്പോഴും നമ്മളോട് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യും. അവർക്ക് ഓവർ വാട്ടറിങ് ചെയ്യാതിരുന്നാൽ തന്നെ അവർ നശിച്ചു പോകാതെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകൂടാൻ മറക്കണ്ട. ഇനിയും കാണാം. ഓക്കെ, ബൈ.